السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാം അവന് ഇഷ്ടപ്പെട്ടവന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അടിമകളായ നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉടമയായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും പരിപൂർണ ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് സന്തോഷത്തോടെ ലോകത്തോട് വിട പറയാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ എല്ലാ എതിർപ്പുകളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ഒരു മതമാണ്. ഇസ്ലാമിൽ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ജനങ്ങൾ പൂമാലയിട്ട് അല്ലെങ്കിൽ പട്ട് മെത്തകൾ വിരിച്ച് അതിനെ സ്വീകരിച്ചിട്ടില്ല. എന്നാണോ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം തുടങ്ങിയത്, ആ ഒന്നാം തീയതി തന്നെ ഇസ്ലാമിനോടുള്ള എതിർപ്പും തുടങ്ങിയിട്ടുണ്ട്. എവിടെ വെച്ചാണോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചത്, ആ സദസ്സിൽ തന്നെ ഇസ്ലാമിനോടുള്ള എതിർപ്പും പ്രകടമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിച്ച് ദിവസങ്ങൾക്കകം അല്ലാഹുവിന്റെ ഒരു കൽപ്പന വന്നു. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ, അങ്ങ് അവിടുത്തെ കുടുംബക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവർ ആരാധിച്ചു പോകുന്ന ഈ ബഹുദൈവങ്ങൾ, അവകളൊക്കെയും ഇവരെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭയാനകമായ നരകമുണ്ടെന്നവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന്. ആ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബക്കാരെ എല്ലാം സഫാ കുന്നിന്റെ താഴ്വാരത്ത് ഒരുമിച്ച് കൂട്ടി. അവർക്ക് നല്ലൊരു സൽക്കാരമൊക്കെ ഒരുക്കി, എല്ലാവർക്കും നല്ല വിരുന്ന് കൊടുത്തു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബക്കാരെ, ഇന്നി ഇദാ അഖ്ബർതുകും ഖൈലൻ, ഈ കാണുന്ന സഫാ കുന്നിന്റെ പുറകിൽ നിങ്ങളെ നശിപ്പിക്കുവാൻ വലിയൊരു സൈന്യം ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഹൽ അന്തും മുസദ്ദഖിയ, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ എന്ന്. അപ്പോ കുടുംബക്കാരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, യാ മുഹമ്മദ് നഅം, അതേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു വാർത്ത നീ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അത് 100% വിശ്വസിക്കും. കാരണം മാ ജറബിന അലൈക കദിബ, ഞങ്ങളുടെ അനുഭവത്തിൽ മുഹമ്മദ് നീ ഇന്ന് വരെ ഞങ്ങളോട് ഒരു കളവ് പറഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ 40 വർഷത്തെ ജീവിതത്തിൽ മക്കക്കാർക്ക് സർവസമ്മതനാണ് നബി തങ്ങൾ. അമീനാൻ, ഏറ്റവും വിശ്വസ്തനാണ്. അവർക്ക് എവിടെയെങ്കിലും യാത്രകൾ പോകണമെങ്കിൽ അവരുടെ വീട്ടിൽ സൂക്ഷിപ്പ് സ്വത്തുകൾ വെക്കാൻ കഴിയില്ല, മോഷണമുണ്ടാകും. അപ്പോൾ അവരുടെ സ്വത്തുക്കൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് മുഹമ്മദിന്റെ അടുക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നബി തങ്ങൾ പ്രവാചകനായിട്ടില്ല. പക്ഷെ അവർക്കറിയാം, മുതൽ അതുപോലെ കൃത്യമായി വിശ്വസ്തമായി തിരിച്ചു കിട്ടണമെങ്കിൽ മുഹമ്മദിനെ ഏൽപ്പിക്കണം. മക്കയിൽ എല്ലാവർക്കും വിശ്വസ്തനാണ്, എല്ലാവർക്കും സർവസമ്മതനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരെ, നുബുവത്തിന് തൊട്ട് മുമ്പ് വരെ. നുബുവത്ത് കിട്ടി, ഈ വിവരം
ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് തങ്ങൾക്ക് എല്ലാവരെ കുറിച്ചുമുള്ള തങ്ങളെക്കുറിച്ച് വിശ്വാസമുണ്ട് എന്ന് തങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, എന്നാൽ സഫാ കുന്നിന്റെ പിറകിൽ നിങ്ങളെ കാത്തു നിൽക്കുന്ന വലിയൊരു സൈന്യത്തെ കുറിച്ചല്ല ഞാൻ നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നത്, മറിച്ച് അതിനേക്കാൾ അതിഭയാനകമായ ഇന്നി അൻദർതുകും ബിഅദാബിൻ ശദീദ്, നാളെ പരലോകത്തൊരിക്കലും അവസാനിക്കാത്ത ആ ലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഭയാനകമായ ഒരു ശിക്ഷയെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന മുന്നറിയിപ്പ് നൽകുന്നത്. എന്നിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് വിശദീകരിച്ചു, ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ഈ കാണുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഒന്നും യഥാർത്ഥ ദൈവങ്ങളല്ല, അതൊക്കെയും പിശാചിന്റെ വരദാനങ്ങളാണ്. അവകളെ നിങ്ങൾ ആരാധിച്ചാൽ, ഏകനായ റബ്ബിനെ കൂടാതെ ഇവകളെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നരകമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്ത് പ്രസംഗിച്ചു. ആ സമയത്ത് നബി തങ്ങളുടെ സദസ്സിൽ ആദ്യമായി എഴുന്നേറ്റ് നിന്നത് നബി തങ്ങളുടെ സ്വന്തം പിതൃവ്യൻ വാപ്പയുടെ സഹോദരനായ അബൂ ലഹബാൻ. അയാൾ പറഞ്ഞത് എന്താണ്? തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ദഅവതനാ, ഏ മുഹമ്മദേ നിനക്ക് നാശം, ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു, ഏറ്റവും വിശ്വസ്തനായിരുന്നു, ഏറ്റവും സമ്മതനായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് എന്ന് പറയാൻ തുടങ്ങിയോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എന്ന് ലോകത്ത് പരിചയപ്പെടുത്താൻ തുടങ്ങിയോ, അന്ന് മുതൽ നബി തങ്ങളോട് അവർക്ക് അങ്ങേയറ്റത്തെ എതിർപ്പായി. രണ്ട് തരത്തിലാണ് പൊതുവിൽ പരിശുദ്ധ ഇസ്ലാമിനെ എക്കാലത്തും ജനങ്ങൾ എതിർത്തിട്ടുള്ളത്. ഒന്ന്, കള്ള പ്രചരണങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തുക, പച്ചയായ കള്ളങ്ങൾ ഇസ്ലാമിനെതിരെ പറയുക. അത് തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും വിശ്വസ്തനാണെന്ന് പറഞ്ഞ ഈ മക്കക്കാർ തന്നെ നിബിധങ്ങളെ കുറിച്ച് പിന്നെ പറഞ്ഞതെന്താ? ഇന്നഹു സാഹിറുൻ കദ്ദാബ്, ഇവൻ പച്ച പെരുങ്കള്ളനാൻ. ആരെ കുറിച്ച്? ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനുകൊണ്ട്? പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിനെ കുറിച്ച് അവരോട് പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ. സാഹിറാൻ, മാരണക്കാരനാണ്, ജനങ്ങളെയെല്ലാം പിഴപ്പിക്കുന്നവനാണ്, നാടിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാട്ടിൽ മോശക്കാരനായി ചിത്രീകരിച്ചു. എന്തിനെ? ആരും നബി തങ്ങളിലേക്ക് അടുക്കരുത്. ഈ കാലഘട്ടത്തിലും അങ്ങനെയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് വികലമായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പച്ചയായ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആരും ഇസ്ലാമിലേക്ക് അടുക്കരുത്. ഇസ്ലാം എന്ന് പറയുന്ന വല്ലാത്ത തീവ്രവാദമാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാണ്. എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അവിടെയൊക്കെ മറ്റുള്ളവർക്ക് നാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽപ്പെട്ട ഒന്നാണല്ലോ അടുത്ത കഴിഞ്ഞ ആഴ്ച നമ്മളെ കേരളത്തിൽ നിന്ന് ലണ്ടനിൽ ഒരു മണ്ടൻ ചെന്നിട്ട് പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ടത്രേ മകളെ വിവാഹം ചെയ്യാമെന്ന്. അവർ നേരിട്ട് ഖുർആൻ എടുത്തിട്ട് ചോദിച്ചു, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. മണിക്കൂറുകൾ മിനിറ്റുകൾ നീണ്ട സംഭാഷണത്തിനിടയിൽ അവരുടെ മുമ്പിൽ തോറ്റ് തൊപ്പിയിട്ടിട്ട് ഇവന് മടങ്ങേണ്ടി വന്നു. ഇവിടെ വന്നിട്ട് വലിയ ഇസ്ലാമിന്റെ പ്രചരണങ്ങൾ പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്, പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ പരിശുദ്ധമായ ഇസ്ലാം പ്രതിരോധിച്ചിട്ടുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട് ഖുർആനിൽ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ വായ് കൊണ്ട് ഈ ഇസ്ലാമിന്റെ പ്രഭയെ, അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, ആര് നിഷേധിച്ചാലും വെറുത്താലും അള്ളാഹു അവന്റെ വെളിച്ചത്തെ പരിപൂർണമാക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ സംഭവിച്ചു. അത് സത്യമായി പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടിൽ തന്നെ ലോകത്ത് മുഴുവനും ഇസ്ലാം പ്രചരിപ്പിച്ചു. 100 വർഷം കൊണ്ട്, കൂടുതൽ വർഷങ്ങളൊന്നും വേണ്ടി വന്നില്ല. ഖലീഫമാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ പ്രചരണം എല്ലായിടത്തും ഉണ്ടായി. ഒരു കാലഘട്ടത്ത് ഈ ശത്രുക്കളുടെ കള്ളവാക്കുകളിൽ, പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ പെട്ടുപോയവർ തന്നെ പിന്നെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മരണാസന്നനായി കിടക്കുന്നു, കരയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട മകൻ ചോദിക്കുന്നുണ്ട്, ഉപ്പ, നിങ്ങളെ കുറിച്ച് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുറിച്ച് എത്രയോ നിബിധങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്, അങ്ങ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെന്തിനാണ് ഇപ്പോൾ സങ്കടപ്പെട്ട് കരയുന്നത്? ആ ഹബീബിനെ കാണാനല്ലേ അങ്ങ് പോകുന്നത് എന്ന്.
അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ശരിയാണ്, പക്ഷേ എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഞാൻ ഇസ്ലാമിലെ ഏറ്റവും വെറുത്തൊരു ഘട്ടമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ വെറുത്ത, തങ്ങളെ കുറിച്ച് ഏറ്റവും മോശമായി പറഞ്ഞൊരു കാലഘട്ടമാണ്. ആ മുഹമ്മദിന്റെ മുഖം കാണുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വെറുപ്പാണെന്ന് പറഞ്ഞ സമയമാണ്. അന്നെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് നരകം നിർബന്ധമാകുമായിരുന്നു. പക്ഷെ പിന്നൊരു കാലമുണ്ടായി, ലോകത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്റെ റസൂലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം പരിശുദ്ധ ഇസ്ലാമായി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഇരിക്കുമ്പോൾ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് തല ഉയർത്തി തങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് വിഷമമായിരുന്നു. അത്രത്തോളം സ്നേഹിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം നിർബന്ധമാകുമായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ഘട്ടം, മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇസ്ലാമിന്റെ ഖിലാഫത്ത് വന്നു, എന്നെ മിസ്റിന്റെ ഗവർണറാക്കി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതിൽ എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്തതിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നെനിക്കൊരു പേടിയുണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നതിന്റെ ആക്കിവത്ത് എങ്ങനെയാകുമെന്ന് പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് ഒരു കാലഘട്ടത്ത് മോശമായി വിശ്വസിച്ചവർ, ധരിച്ചിരുന്നവർ, പക്ഷെ ഇസ്ലാമിന്റെ പ്രഭ കെട്ടിയപ്പോൾ അവർ ഇസ്ലാം ഏറ്റവും പ്രിയപ്പെട്ടവരായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായി മാറി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം മറ്റൊന്നല്ലല്ലോ. ഇസ്ലാമിന്റെ ഒരു കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ വെറുത്തു. നബി തങ്ങളെ കൊല്ലാൻ വാളുമായിട്ട് ഇറങ്ങി. പക്ഷേ പിന്നെ മക്കയുടെ മിർവാറിൽ നിന്നുകൊണ്ട് ഞാനിതാ മുസ്ലിമായിട്ടുണ്ട്, ആരെങ്കിലും എന്നെ നേരിടാൻ വരുന്നുണ്ടോ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എത്തി. ഇസ്ലാം എല്ലാ പ്രചരണങ്ങളെയും, ഈ കുപ്രചരണങ്ങളെയും, തെറ്റായ വ്യാജ കള്ളങ്ങളെയൊക്കെയും ഇസ്ലാം ഈ നിലയിൽ പ്രതിരോധിച്ചു. ആളുകൾ പിന്നെ ഇസ്ലാമിന്റെ ആളുകളായി മാറി. ഈ കാലഘട്ടത്തും ഇങ്ങനെയാണ്. ഇസ്ലാമിനെ കുറിച്ച് മോശമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെയും എന്താണ് സത്യം, എന്താണ് നേരെന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് കഴിയുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഈമാനുള്ള ഒരാളിന്റെ ബാധ്യതയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ വരുന്ന രണ്ടാമത്തത്, 1 ആരോപണങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ തളർത്താൻ നോക്കി, 2 കായികമായി ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ തുടക്കം മുതൽ അതിനുകൊണ്ടല്ലേ ദീനിന്റെ പേരിൽ മഹദിയായ സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള എത്രയോ മഹദികൾ, മഹാന്മാർ അവരുടെ ജീവൻ ദീനിന് വേണ്ടി കൊടുത്തത്. അവർ സമൂഹത്തിനോട് ഒരു തെറ്റും ചെയ്തതിന്റെ പേരിലല്ല, അവർ ഏതെങ്കിലും ആരെങ്കിലും കൊന്നതിന്റെ പേരിലല്ല, പരിശുദ്ധമായ ദീനിന്റെ പേരിൽ എത്ര ആളുകൾ ജീവൻ കൊടുക്കേണ്ടി വന്നു. ബദറുണ്ടായതും ഉഹുദുണ്ടായതും ഖന്തഖുണ്ടായതും ഇതൊക്കെയും പരിശുദ്ധ ദീനിന്റെ പേരിലാണ്. ഇസ്ലാമിനെ എതിർക്കാൻ, ഇസ്ലാമിനെ തകർക്കാൻ പോരാട്ടങ്ങളുമായിട്ട് വന്നപ്പോൾ അവരെ പ്രതിരോധിക്കേണ്ടി വന്നതാണ് ഈ യുദ്ധങ്ങളെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പിൽക്കാലത്ത് ഇതുപോലെ എത്രയെത്രയോ സന്ദർഭങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ കായികമായി തകർക്കുന്നുണ്ട്. ഇന്നും ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ഈ നിലയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തകർക്കാൻ ഫാഷിസ്റ്റുകളും സയനിസ്റ്റുകളും എല്ലാ അധിനിവേശ ശക്തികളും അവരുടെ ആയുധങ്ങളും അവരുടെ ശക്തി മുഴുവനും പ്രയോഗിക്കുന്നത് ഇസ്ലാമിനെ തകർക്കാനാണ്. പക്ഷെ ഇസ്ലാം തകരില്ല. എന്തുകൊണ്ട്? അതിന്റെ കാവൽഭടന്മാർ ഞാനും നിങ്ങളുമല്ല. അല്ലാഹു ഏറ്റെടുത്തതാണ് ദീനിന്റെ സംരക്ഷണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. ലോകത്ത് പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചത് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ ലോകത്ത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. അത് ആര് വെറുത്താലും ഇസ്ലാമിന്റെ ഏത് ശത്രുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ആ സത്യം ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. 1-ാം നൂറ്റാണ്ടിൽ 100ഓളം രാജ്യങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിച്ചില്ലാമെങ്കിൽ ഇന്നും നമുക്ക് ശത്രുക്കൾ 4 ഭാഗത്തുണ്ടെങ്കിൽ പോലും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. 57 രാജ്യങ്ങളിൽ ഇന്ന് ഒന്നുകിൽ പരിപൂർണമായി മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ്.
ഇസ്ലാമിനെ എതിർക്കുമ്പോഴും ഇസ്ലാമിനെതിരെ വേദ പ്രചരണങ്ങൾ നടത്തി ഇതിനെ തളർത്താൻ നോക്കുമ്പോഴും കായികമായി സൈനികമായി ഇസ്ലാമിനെ തകർക്കാൻ നോക്കുമ്പോഴും ഇസ്ലാമിന്റെ പ്രഭ ലോകത്ത് വീണ്ടും പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം തീ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ പറഞ്ഞതുപോലെ കൂട്ടം കൂട്ടമായി സംഘമായി പരിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരെ ഈ കായികമായും വ്യാജ പ്രചരണങ്ങൾ കൊണ്ടും തകർക്കാനും തളർത്താനും ശ്രമിക്കുമ്പോൾ ഇസ്ലാം ഒരിക്കലും തകരില്ല. അത് അല്ലാഹു തആല ഏറ്റെടുത്താണ് അതിന്റെ. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരാള് താടി വെച്ചിട്ട് ഇങ്ങനെ മീശ ചെറുതായിട്ട് വെട്ടി നല്ലതുപോലെ ചുരുക്കി മുസ്ലിമാണെന്ന് അറിയിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന്. ഉടനെ ഇന്ത്യ മുഴുവനും പ്രചരണമായി കണ്ടോ മുസ്ലിമീങ്ങൾ പ്രധാനമന്ത്രിയെ കൊല്ലാനിതാ തീരുമാനിച്ചിരിക്കുന്ന നിലയിൽ നുണപ്രചരണം നടത്തി. ഏതോ ഭാഗ്യത്തിന് അയാളെ കണ്ടെത്തി. അപ്പോൾ ഒരു മിഥുനാണ്, ഒരു മുസ്ലിം അല്ല, ഒരു അമുസ്ലിമാണ്. ഉടനെ പറഞ്ഞു അയാൾക്ക് ഭ്രാന്താണ്. സ്വിച്ചിട്ടതുപോലെ പിന്നെ വിമർശനം അവിടെ നിന്നു. പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, ഈ നിലയിൽ ഇങ്ങനെ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പ്രചരണങ്ങൾ നടത്തുമ്പോഴും പരിശുദ്ധമായ ദീന് അതിന്റെ സമ്പൂർണതയിൽ എത്തുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ പരിപൂർണതയിൽ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുകയും ഇസ്ലാമിനെ കൂടുതൽ അറിയുകയും അത് ജീവിതത്തിൽ പകർത്തതിന്റെ പ്രയോക്താക്കളും പ്രചാരകരുമായി മാറണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.